ജഗദീഷേ, നീ എന്താടാ എന്നൊന്ന് വിളിക്കാത്തേ? ആ മിഥുൻ കാശ് കൊണ്ടുവന്ന് തന്നോ? നിന്റെ കയ്യിൽ അത് കിട്ടിയോ? കിട്ടി ആന്റി, കാശൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അത് എന്റെ കൈവശമുണ്ട്. ഇത്ര നല്ലൊരു സന്തോഷ വാർത്ത ഞാൻ ചോദിച്ചാലാണോ എന്നോട് പറയുന്നേ? ആ സാരമില്ല, കാശ് കൈ കിട്ടിയല്ലോ. ഇനി പെട്ടെന്ന് ഇങ്ങ് പോര്. കാശ് കൈ കിട്ടിയെങ്കിലും മേഘ്ന ഇതുവരെ കിട്ടിയിട്ടില്ല. മേഘനെ കിട്ടുന്ന എന്തിനാടാ? ഇത്രയും റിസ്ക് എടുത്ത് ഈ പ്ലാൻ ചെയ്തിട്ട് 10 ലക്ഷം പിച്ചക്കാശുമായിട്ട് രക്ഷപ്പെടാനാ? എനിക്കത് പോരാൻറ്റി. പൊന്മുട്ടയിടുന്ന ആ താറാവ് മേഘനയും വേണം. കാർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവരിവിടെ അടുത്ത് തന്നെ കാണും. ഞാനിവിടെ ഒന്ന് അന്വേഷിക്കട്ടെ. വേണ്ട വിതരേട്ടാ, ഏട്ടനെ ഒറ്റയ്ക്ക് പോയി ഞാൻ സമ്മതിക്കില്ല. ഞാനും കൂടെ വരാം. മേഘനെ, നീ എന്റെ കൂടെ വന്നാൽ നിനക്കും വല്ല അപകടം പറ്റില്ലേ? സാരില്ലെന്നേ. ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയി പോയല്ലോ. ഞാൻ വന്നത് നിന്നെ രക്ഷിക്കാൻ, എന്നിട്ട് ഇപ്പൊ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരേണ്ട അവസ്ഥയായി. അപ്പൊ നീ എന്താ ഉദ്ദേശിച്ച്? നീ ഇവിടെ വന്ന് പെടാനായിട്ട് ഇൻഡയറക്ട്ലി ഞാനാണ് കാരണക്കാരിയെന്ന് കുത്തി നോവിക്കാണോ? എന്റെ പൊന്നു ചാരു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു കാണിക്കുക. അതെ, അത് തന്നെ. ഞാൻ വിളിച്ചപ്പോ നീ എന്റെ കൂടെ പോന്നിരുന്നെങ്കിൽ എല്ലാം അതോടെ തീർന്നേനെ. ഇപ്പൊ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഞാനും വീട്ടിലെത്തിയേനെ. അവന്റെ വലിയ പരിചയ രക്ഷകർത്താവാന്നൊക്കെ പറഞ്ഞു അവന്റെ കാറ് കയറാൻ വാശി പിടിച്ചോണ്ടാ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനോടൊക്കെ മൊത്തം ഗാങ്ങും അവിടെ എത്തി. ഇപ്പൊ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുക. അവരെല്ലാം ആ സമയത്ത് അവിടെ എത്തുമെന്ന് ഞാൻ എന്താ വല്ല സ്വപ്നം കാണണോ? അല്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്ന എന്താന്ന് നേരത്തെ അറിയാനുള്ള ദിവ്യജ്ഞാനം വല്ല എനിക്കുണ്ടോ? ഇത് നോക്ക്, ഇപ്പൊ നീ വെറുതെ എന്നോട് വാദിക്കാൻ നിക്കല്ലേ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സാറിനോട് ആരാ എന്നെ രക്ഷിക്കാൻ വരാൻ പറഞ്ഞേ? വരാതിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ പറഞ്ഞ ശരിയാ. അത്രയ്ക്ക് അറിവില്ലാത്തോണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഈ അവസ്ഥയിലായി പോയത്. എടാ ജഗദീഷേ, ഞാൻ പറയുന്ന കേക്ക്. മേഘനെ അടിച്ചു മാറ്റാൻ ഇനി നിനക്ക് അവസരങ്ങൾ കിട്ടും. ഇപ്പൊ നിന്റെ കൈ കിട്ടിയിരിക്കുന്ന ഈ ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോതൊന്ന് നോക്കണ ജഗദീഷേ. 20 ലക്ഷം അല്ലേ ആന്റി? മേഘന എങ്ങാനും എനിക്ക് കിട്ടുകയാണെങ്കിൽ അവളുടെ എണ്ണിയാലൊതുങ്ങാത്ത ആസ്തി മൊത്തം എന്റെ കയ്യിലിരിക്കില്ലേ? ജഗദീഷേ, ഇനി നീ കളിക്കാൻ പോകുന്ന കളി തീക്കളിയാണെന്ന് ഓർത്താ നിനക്ക് കൊള്ളാം. ആ മേഘന ഒരു ബുദ്ധി രാക്ഷസി. അവള് നിന്നെ കൊന്ന് തിന്നിട്ടേ അടങ്ങുള്ളടാ. ആന്റി, ഞാൻ എന്റെ പ്ലാൻ പോലെ ചെയ്തോളാം. വെറുതെ ഉപദേശിക്കാൻ വരണ്ട. ഉപദേശിച്ച ഞാനോട്ട് കേൾക്കുകയില്ല. ആന്റിയുടെ 10 ലക്ഷം ഞാൻ അവിടെ എത്തിച്ചോളാം. അവിടെ എങ്ങാനും അടങ്ങിയിരിക്കാൻ നോക്ക്. ഇനി എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഞാൻ വെച്ചേക്കോ. അതല്ലടാ. ഹലോ, എന്താടി ഇവൻ? വീടിന്റെ പടിക്കലെത്തിയ ലക്ഷ്മി ദേവി ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണല്ലോ ഇവൻ. 1 2 ആണോ? 10 ലക്ഷം ആടി. ഇവൻ ഇനി ചെയ്യാൻ പോകുന്ന മണ്ടത്തരങ്ങൾക്കൊടുവിൽ ആ കാശ് നമ്മുടെ കയ്യിൽ എത്തുമോ ഇല്ലയോന്ന് പോലും പറയാൻ പറ്റില്ലടി. മമ്മി, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാന്നല്ലാതെ നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ലല്ലോ. ഇത്രയും വരെ അവൻ വളരെ വൃത്തിയായിട്ട് എത്തിച്ചില്ലേ? അപ്പൊ അവൻ ആഗ്രഹിച്ചത് നേടുമായിരിക്കും. അയ്യോ എന്റെ പൊന്നു ശാലു, ചാരുവിനെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കാശുണ്ടാക്കിയതിനെ വലിയ അത്ഭുതമായിട്ടാ ഞാൻ കാണുന്നേ. ഇപ്പതേ അവൻ മേഘനെയും കിഡ്നാപ്പ് ചെയ്യാൻ പോവാണെന്നല്ലേ പറയുന്നേ. കൃത്യം തലക്കിട്ടടിച്ചാലല്ലേ പാമ്പ് ചാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കൊത്തുകൊണ്ട് നമ്മൾ ചാവില്ലേ? അവന്റെ തോന്നിയ വശത്തിന് വല്ലതും ചെയ്താ അവന്റെ കൂടെ നമ്മൾ വഴിയെണ്ണേണ്ടി വരുവടി. ഒരു വട്ടം ജയിച്ചെന്ന് കരുതി വീണ്ടും വീണ്ടും ജയിക്കണമെന്നില്ലല്ലോ. അവസാനം 5 നയാ പൈസ പോലും ആർക്കും കിട്ടാത്ത അവസ്ഥയാവും. ഈ ജഗദീഷിനെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അയ്യോ, മിഥുനേട്ടാ, അവിടെ പോയി നോക്കാം. മിഥുനേട്ടാ, ചാരുവിനൊപ്പം വിവേക് എങ്ങനെ ഇവിടെ വന്നു പെട്ടെ? അതാ മേഘന എനിക്ക് മനസ്സിലാവാത്തത്. മാർക്കേ,
വിവേകേട്ടാ, ചാരു, നീ ഇങ്ങനെ ഇവിടെ എത്തിയേ? അതൊക്കെ വലിയ കഥയാ വലിയേട്ടാ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പെട്ടെന്ന് അഴിക്ക്. എടാ ജഗദീഷേ, ഇതേ ഇവര് രക്ഷപ്പെടാൻ നോക്കുക. ജഗദീഷോ? അതെ ചേച്ചി, ഇതിന്റെ എല്ലാം പിന്നിൽ ആ ജഗദീശ. ജഗദീഷോ? എന്താ അനിയനെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടനും ചേട്ടത്തിയും കൂടെ വന്നിരിക്കുക? അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? എടാ ജഗദീഷേ, പലരും വല്ലവര് കുഴിച്ച കുഴിയിൽ ചെന്ന് വീഴുന്നതാ കണ്ടിട്ടുള്ളേ. പക്ഷെ നീയുണ്ടല്ലോ, സ്വന്തം കുഴി എപ്പോഴും തന്നെത്താനെ കുഴിക്കുക. നീ ചെയ്തു കൂട്ടിയ കാര്യത്തിനുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ ഇരുട്ടഴി കിടന്ന് നരകച്ച് ജീവിക്കുന്നൊരു ജീവിതം ഞാൻ നിനക്ക് സമ്മാനിക്കാം. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അതിന് നിങ്ങൾ ആദ്യം ജീവനോടെ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, എന്നിട്ടാകാം ബാക്കിയൊക്കെ. ഛീ, നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരിക്കും ഞാൻ വിചാരിച്ചില്ല. കാശിന് വേണ്ടി മനുഷ്യരുടെ ജീവൻ പോലും പണയം വെക്കാൻ നിനക്ക് ഒരു മടിയുമില്ലേ? നിന്നെ പോലെയുള്ളവർക്ക് സാധാരണ ശിക്ഷയൊന്നും പോരാ. ജഗദീഷ്, ഓർമ്മയിലിരിക്കട്ടെ, ഇനി ഒരിക്കലും നീ പുറം ലോകം കാണാനായിട്ട് പോകുന്നില്ലടാ. നീ ഇതൊക്കെ ചെന്ന് വല്ല പ്രസംഗവേദിയിലും പറ. എന്നെ ശിക്ഷിക്കുന്ന അവിടെ നിൽക്കട്ടെ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ദാ, എല്ലാത്തിനും പിടിച്ച് കെട്ടിയിട്. ചേച്ചി, മേഘനെ, എടാ, നിന്നെ ഞാൻ എടാ നീ ചേച്ചി, മേഘനെ, 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 അയ്യോ നീ പേടിക്കണ്ട, ധൈര്യമായിരിക്കും. വിവേക, ചാരു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വിവേക, ചാരുവിനെ കൊണ്ടുപോയി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് എത്തിക്കോളാം. ശരിയേട്ടാ. വാ, ചാരു, വാ. നീ പേടിക്കാതിരിക്കേ. നടക്ക. ജേട്ടാ, മിഥുൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് അവൻ എടുക്കുന്നില്ലല്ലോ. ഓരോ നിമിഷം കഴിയും തോറും അവന് വല്ലതും പറ്റിയെന്നുള്ള പേടി എനിക്ക് കൂടി വരുമോ? അരുണമേ, നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. അരുണിമേ, ദേ മിഥുൻ വരുന്നുണ്ട്. മിഥുൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഒന്നും പറ്റില്ലമ്മോ. ഇത്രയും നേരമായിട്ട് നിന്നെ കാണാതായപ്പോ ഫോണും എടുക്കുന്നില്ല എന്നായപ്പോ നിനക്ക് വല്ലതും പറ്റിക്കാണോ നമ്മ പേടിച്ചു പോയടാ. ചാരുവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ മിഥുൻ? രക്ഷപ്പെടുത്തി അച്ഛമ്മേ. ചാരുവിന് ഒരു പോറലും ഏൽക്കാതെ രക്ഷിക്കാൻ പറ്റി. അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വിവേക് പോയിരിക്കുക. എന്തായാലും നന്നായി, ആർക്കും ഒരു കേടുപാടില്ലല്ലോ. എന്തായിരുന്നു സംഭവം? ചാരുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരായിരുന്നു? ആ ജഗദീഷ.
അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാ എടാ ഇവരെ പിടിച്ച് കെട്ടിയിടാ. അപ്പോ ഇതിന്റെ എല്ലാം പുറകിൽ ആ ജഗദീഷ് ആയിരുന്നോ? അതെ ഡാഡ്. അവൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയല്ലായിരുന്നോ? അവനെ പിടിച്ച് തടവിലാക്കിയാൽ മാത്രമേ അവൻ നന്നാവൂ. യെസ് ഡാഡ്. ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അവനെ പിടികൂടിയിരിക്കും. മേഘനെ, എന്താ നിന്റെ കയ്യിലൊരു കെട്ട്? പ്രത്യേകിച്ചൊന്നും ഇല്ല ചാ, ഒരു ചെറിയ മുറിവ് പറ്റിയതാ. ചാരുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ പ്രതീക്ഷിക്കാത്തൊരു കത്തി കൊണ്ടതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഡാഡ്, സത്യം അതൊന്നുമല്ല. അതവള് ചാരുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവൊന്നുമല്ല. എന്നെ കുത്താൻ വേണ്ടി ജഗദീഷ് പിന്നീന്ന് വന്നപ്പോ ആ കുത്ത് അവള് തടയാൻ ശ്രമിച്ചതാ. മേഘനെ ആ സമയത്ത് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുത്തേറ്റ് ഞാൻ പിടഞ്ഞു മരിക്കേണ്ടി വന്നേനെ. സത്യം പറയുകയാണെങ്കിൽ ഇന്നെന്റെ ജീവൻ രക്ഷിച്ചത് അവളാ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഇതുവരെ ഇത്തരം ഡ്രാമയൊന്നും കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആരെയെങ്കിലും സഹായിക്കാൻ ആഗ്രഹിച്ച അത് കാശുകൊണ്ടാവാം, ഇങ്ങനെ ജീവൻ ത്യജിച്ചോണ്ടല്ല. അതല്ല ചെറിയമ്മേ. പ്രിയമതാന്റി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് മിഥുൻ? അവന്റെ ഉന്നൊന്ന് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതിലിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ മഞ്ജരി. നിനക്ക് ചിലപ്പോ സമാധാനിക്കാൻ പറ്റും, അത് പക്ഷെ ഞങ്ങക്ക് പറ്റില്ലല്ലോ. ഇതുപോലുള്ള എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് അറിഞ്ഞോണ്ടാ നിന്നെ ഞാൻ ആദ്യം വിലക്കിയത്. പക്ഷെ നീ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഈയിടെയായിട്ട് അനുസരണക്കേട് കൂടുന്നുണ്ട്. എന്നിട്ടിപ്പോ എന്തായി? നിന്റെ ജീവൻ അപകടത്തിലാവില്ലായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. കൂടെ തന്നെ ഉണ്ടല്ലോ മിഥുന്റെ ദോഷത്തിന്റെ വിത്ത്, ഈ മേഘന. അവള് കൂടെ ഉള്ളപ്പോഴെല്ലാം മിഥുൻ അപകടം സംഭവിക്കുന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കാം. ശരിയാണ് ആന്റി, മേഘനയുടെ കൂടെ മിഥുൻ പോകാതിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടത്തെ മിഥുൻ പോയി പെടില്ലായിരുന്നല്ലോ. മഞ്ജരി, ഷട്ട് യുവർ മൗത്ത്. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇത് ചെറിയൊരു കാര്യമല്ല മിഥുൻ. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതോടെ കുടുംബം തന്നെ നാമാവശേഷമായി തീരും. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നുള്ള പേടികൊണ്ട് ഞങ്ങൾ ഓരോ നിമിഷം ജീവിക്കുന്നത്. മിഥുനെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ചേച്ചി. ഇങ്ങനെയുള്ള വേണ്ടാതീനൊക്കെ തലയെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നത് ആ മേഘനയല്ലേ. അപകടത്തിന്റെ വക്കിൽ എപ്പോഴും മിഥുനെ കൊണ്ടെത്തിക്കുന്നത് ഈ മേഘനയാ. പ്രിയമതേ, മതി നിന്റെ പ്രസംഗം.
കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ അവളെ പഴിക്കരുത്. ഇതിൽ ആരെന്ത് പഴി ചുമത്തിയെന്നാ പറയുന്നേ? ചെറിയമ്മ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. മേഘനയുടെ അനിയത്തിയുടെ കിഡ്നാപ്പിംഗ് നടന്നില്ലായിരുന്നെങ്കിൽ ഏട്ടന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നല്ലോ. മേഘനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഏട്ടൻ അവിടേക്ക് ഓടിച്ചെന്നത്. എന്നിട്ട് ഒടുവിൽ ഏട്ടന്റെ ജീവൻ അപകടത്തിലുമായി. ഇതിനെല്ലാം കാരണം മേഘന തന്നെയല്ലേ? ജയേട്ടൻ ഒന്നോർത്തോ, മരുമകളോട് ജയേട്ടനുള്ള സഹതാപവും സ്നേഹവും കാരണം മേഘന ഈ വീട്ടിൽ വരുത്തി വെക്കുന്ന അപകടങ്ങളൊന്നും ജയേട്ടന് കാണാൻ കഴിയുന്നില്ല. ഹ, ഇനി ജയദേവേട്ടൻ എത്ര നിഷേധിച്ചാലും ഇന്നിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം മേഘന മാത്രമാ. അതെ ചെറിയമ്മേ, ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ അനുജത്തിയെ രക്ഷിക്കാൻ വേണ്ടി പണം യാചിച്ച് ഞാനിവിടെ വന്നിരുന്നു. പക്ഷെ ആരെയും ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ച മിഥുനേട്ടൻ അങ്ങോട്ട് വരുമോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ശരിയാ മഹാറാണി, നീ ഒന്നും അറിയാത്ത കുഞ്ഞല്ലേ. ഒന്നും അറിയാതെ നീ എല്ലാം ചെയ്തു കൂട്ടുന്നതും എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും. അതല്ല ചെറിയമേ സത്യം. ഓരോ കാര്യത്തെയും നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് സത്യമായിട്ടുള്ള രീതി, മറ്റൊന്ന് സൗകര്യത്തിനൊത്തുള്ള രീതി. മറ്റൊരാളെ മനഃപൂർവ്വം കുറ്റവാളിയാക്കാൻ, തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഓരോരുത്തരും സൗകര്യപ്രദമായ രീതി സ്വീകരിക്കും. അവിടെ സത്യത്തിന് വിലയുണ്ടാവില്ല. സത്യമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കാം. ഇന്നലെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാവും. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ആരെ കേൾപ്പിക്കാൻ വേണ്ടി നീ ഇവിടെ നിന്ന് ലെക്ചർ അടിക്കുന്നേ? ചെറിയമ്മേ, മതി നിർത്ത്. മേഘന കാരണം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവള് കാരണം എനിക്ക് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നടക്കാത്ത കാര്യങ്ങളെ പറ്റി വാതോരാതെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെയാ. ദയവ് ചെയ്ത് ഈ കാര്യം ഇപ്പൊ ഇവിടം കൊണ്ടങ്ങ് വിട്ടേക്ക്. മേഘനെ, നീ ഇതൊന്നും മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ വയ്യാണ്ടിരിക്കുക. പോയി കുറച്ച് ഇതെന്താ ചേച്ചി, മിഥുൻ കൂറുമാറിയെന്ന് തോന്നല്ലോ. അവളെ സഹായിക്കുന്നു, ജീവൻ പണയം വെച്ച് അവളുടെ അനിയത്തെ രക്ഷിക്കുന്നു. ഇതെങ്ങോട്ടുള്ള പോക്കാ? അവളോട് എന്തൊരു സ്നേഹാന്ന് ചേച്ചി എന്നെ കണ്ടല്ലോ. ഈ സംഭവം മുതലെടുത്ത് മിഥുന്റെ മനസ്സിൽ കയറി പറ്റാൻ അവള് ശ്രമിക്കും. മേഘന വിരിച്ച ഈ വലയിൽ മിഥുൻ ചെന്ന് പെടുവോന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. മേഘനയുടെ വില മിഥുൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഇനി അങ്ങോട്ടും അവന്റെ മനസ്സിൽ മേഘനയോട് സ്നേഹം തോന്നിയിരുന്നെങ്കിൽ അവര് തമ്മിൽ കൂടുതൽ അടുക്കണം.
പിന്നീട് അങ്ങോട്ട് ജീവിതകാലം മുഴുവനും അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം. ഭഗവാനെ, ആ ഭാരം നിന്നെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. മേഘനെ, നീ ഇതൊന്നും മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ വയ്യാണ്ടിരിക്കുക. എന്താ ആന്റി മിണ്ടാതെ നിൽക്കുന്നെ? സാധനങ്ങൾ വലിച്ചെറിഞ്ഞ സാഹചര്യങ്ങൾ മാറിയില്ലെന്ന് എന്തെങ്കിലും ഒന്ന് പറ. മിണ്ടാതെ നിൽക്കല്ലേ. ഇല്ല മഞ്ജരി, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിച്ചെറിഞ്ഞത് കഷ്ണങ്ങളായതുപോലെ നിന്റെ മനസ്സും കഷ്ണങ്ങളായി മുറിഞ്ഞിരിക്കാന്ന് എനിക്കറിയാം. അതാ എനിക്കൊന്നും പറയാൻ സാധിക്കാത്തത്. താങ്ക്സ് ആന്റി. ആന്റി എങ്കിലും എന്റെ മനസ്സ് മനസ്സിലാക്കിയല്ലോ. മിഥുൻ മേഘനയോട് കൂടുതൽ അടുക്കുമ്പോ, വല്ലാതെ കെയർ ചെയ്യുന്നത് കാണുമ്പോ എന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം. പ്രത്യേകിച്ച് മിഥുൻ അതിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. മുറിഞ്ഞു വീണ എന്റെ ഹൃദയത്തിന്റെ പാളികളിലും അവന്റെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. ഏട്ടനില് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം? എനിക്കൊന്നും പിടികിട്ടുന്നില്ല ചെറിയമ്മ. മേഘനയോട് ഏട്ടൻ അത്രയ്ക്ക് അടുക്കുന്നത് എനിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. ശരിയാണ് ഹർഷിനി, ഞാനും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാന്തം ഇരുമ്പിന്റെ മുമ്പിൽ എത്തുമ്പോ ആകർഷിക്കുന്നത് പോലെ മേഘന ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ മതി, അപ്പൊ തന്നെ ചെന്ന് മിഥുൻ അവളോട് അങ്ങ് ഒട്ടിച്ചേരും. അതെന്തൊരു മറിമായാണോ എന്തോ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. മേഘന വേണ്ടെന്ന് വെച്ചിട്ട് പോലും മിഥുൻ എന്തിനാ ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നേ? മേഘന ആട്ടിപ്പായിച്ചിട്ടും അവളെ തള്ളിക്കളയാൻ ഏട്ടൻ തയ്യാറാവുന്നില്ല. ഇത് മിഥുന്റെ തെറ്റല്ല മഞ്ജരി, മേഘനയുടെ സാമർത്ഥ്യം. മിഥുനെ വേണ്ടെന്ന് തള്ളിക്കളഞ്ഞിട്ട് പിന്നെയും മനഃപൂർവ്വമല്ല അവൾ അവനോട് അടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒന്നും അറിയാത്ത രീതിയിൽ മേഘന എന്തോ മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം മാത്രം സത്യ മഞ്ജരി, മിഥുനെ നീ ഇങ്ങനെ അങ്ങ് വിട്ടുകൊടുത്ത 6 മാസം കഴിയുമ്പോ ഇവൻ തന്നെ വിവാഹമോചനം അങ്ങ് വേണ്ടെന്ന് വെക്കും. എന്റെ മനസ്സിൽ ആ പേടി തന്നെ ആന്റി. കോർട്ട് പറഞ്ഞ അവധി കഴിയുമ്പോഴേക്കും മേഘന എന്നേക്കുമായി മിഥുന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂന്ന ഞാൻ കരുതിയിരുന്നത്. അതിനുശേഷം ഈ വീടിന്റെ പരിസരത്ത് പോലും അവളുടെ നിഴൽ വീഴില്ലെന്നോർത്ത് ഞാൻ ഒത്തിരി അങ്ങ് സന്തോഷിച്ചു. പക്ഷെ ആ അവധി കഴിയും മുമ്പ് ആ മേഘന മിഥുനെ അവളുടെ വലയിലാക്കുമെന്നാ ഇപ്പൊ എന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നേ. ചെറിയമ്മ, ഏട്ടനും മേഘനയ്ക്കും ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സഹതാപം എന്ന പുതിയ പാലം ഇപ്പൊ തന്നെ പൊളിച്ചു കളയണം. അതങ്ങനെ അങ്ങ് വിട്ടാ ഏട്ടനെ മഞ്ജരിക്ക് കിട്ടില്ല. അത് വെറും പകൽക്കിനാവായി മാറും. കൈവിട്ട് പോവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാ എന്ത് വില കൊടുത്തിട്ടായാലും നമ്മൾ ആ വസ്തു സുരക്ഷിതമാക്കാനല്ലേ ശ്രമിക്കൂ. ഇതും അതുപോലെ തന്നെയാ. അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മിഥുൻ യാതൊരു കാരണവശാലും കൈവിട്ടു പോവരുത്. അതിനെന്താ ചെയ്യണ്ടേ? എങ്ങനെയാ നമ്മൾ വീണ്ടും മേഘനയും മിഥുനെയും തമ്മിൽ അകറ്റുക? തണുത്ത എണ്ണയിലേക്ക് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വെറുതെയാ മഞ്ജരി. പകരം എണ്ണ നല്ലോണം തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചാലോ ചടപടയുന്ന അഗ്നികുമിളകൾ തെറിക്കും. അത് ചുറ്റുമുള്ളവരുടെ ശരീരത്ത് പൊള്ളലുണ്ടാക്കും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാ. ശരിയാണ് ആന്റി. ആന്റി പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. വീണ്ടും മേഘനയെ ഈ വീട്ടിലുള്ളവരെല്ലാം വെറുക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം. മേഘനയുടെ മുഖം കാണുന്നത് പോലും ഈ വീട്ടിലുള്ളവർക്കെല്ലാം അറപ്പും വെറുപ്പുമായി മാറണം. യെസ് മഞ്ജരി, അങ്ങനെയൊരു അവസ്ഥ നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ മിഥുന്റെ ജീവിതത്തിൽ നിന്നും ഈ വീടിന്റെ നിഴലിൽ നിന്ന് പോലും മേഘനയെ ആട്ടി പുറത്താക്കാൻ പറ്റൂ. ശാലു, നിന്റെ ഡാഡി എവിടെ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മമ്മി. മമ്മി, ജഗദീഷ് ഫോൺ വല്ലതും ചെയ്തായിരുന്നോ? മേഘനെ വേണം, മേഘനയുടെ വസ്തു വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇനി അത് കിട്ടും വരെ അവൻ അടങ്ങിയിരിക്കില്ല. നമ്മുടെ 10 ലക്ഷവും കിട്ടില്ല.
പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നേരെ നമുക്ക് അവനെ ചെന്ന് കാണാം. പറഞ്ഞുറപ്പിച്ചതുപോലെ നമ്മുടെ ഷെയറിങ് വാങ്ങിച്ചോണ്ട് പോരാ. അപ്പോ മമ്മി അവനെ കാണാൻ പോവാ? അതേടി, ഇനിയും നമ്മൾ വൈകിപ്പിച്ച ആ ഐശ്വര്യ ദേവത വന്ന വഴിയെ തിരിച്ചു പോയേക്കും. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ടിറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു.